റിട്ടയർമെന്റിന് ശേഷം കയ്യിലുള്ള 30 ലക്ഷം രൂപ എവിടെ നിക്ഷേപിച്ച സുരക്ഷിതമായി നിങ്ങൾക്ക് വരുമാനം കിട്ടും? 30 ലക്ഷം രൂപ നിക്ഷേപിച്ച 3 മാസം കൂടുമ്പോൾ ഏകദേശം 61,500 രൂപ വരെ പലിശയായി ലഭിച്ചാലോ? മാർക്കറ്റ് താഴേക്ക് പോയാലും നിങ്ങളുടെ നിക്ഷേപത്തിന്റെ പലിശയെ അത് ബാധിക്കാതെ ഒരു സർക്കാർ ബാക്ക്ഡ് സേവിംഗ് സ്കീം ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. 60 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമല്ല, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ 50 മുതൽ 55 വയസ്സിൽ തന്നെ ഈ സ്കീമിൽ ചേരാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയോ? ഇതൊരു റിസ്കി ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് SBI സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം അഥവാ SCSS കുറിച്ചാണ്. റിട്ടയർമെന്റിന് ശേഷം കയ്യിൽ ഒരു ലംസം എമൗണ്ട് ഉള്ളവർക്കും ആ പണം അധികം റിസ്ക് എടുക്കാതെ തന്നെ നിക്ഷേപിച്ച് റെഗുലർ ആയിട്ട് ഒരു ഇൻകം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. So welcome back to yet another video of Boss Wallet Daily Malayalam YouTube channel. I am Akshara. നിങ്ങളുടെ വീട്ടില് അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ തുടങ്ങിയ സീനിയർ സിറ്റിസൺസ് ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ അവർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. കാരണം റിട്ടയർമെന്റിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും എന്താണ്? കയ്യിലുള്ള പണം സുരക്ഷിതമായി സൂക്ഷിക്കുകയും അതിൽ നിന്ന് സ്ഥിരമായ ഒരു ഇൻകം ഉണ്ടാക്കുകയും ചെയ്യുക. മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ള മാർക്കറ്റ് ലിങ്ക്ഡ് ഇൻവെസ്റ്റ്മെന്റ്സിൽ റിട്ടേൺസ് മാർക്കറ്റ് പെർഫോമൻസ് അനുസരിച്ച് മാറാം. പക്ഷേ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം പോലുള്ള ഒരു ഫിക്സഡ് ഇൻകം ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു നിശ്ചിത പലിശ നിരക്കിൽ വരുമാനം ലഭിക്കുന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട അട്രാക്ഷൻ. അതുകൊണ്ട് ഇന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് ഈ സ്കീമിൽ ചേരാൻ കഴിയുന്നതെന്നും എത്ര രൂപ വരെ നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നും 30 ലക്ഷം രൂപ നിക്ഷേപിച്ച എത്ര പലിശ കിട്ടുമെന്നും മാസത്തില് എത്ര വരുമാനത്തിന് തുല്യമാണ് അതെന്നും, അതുപോലെ പലിശ എപ്പോഴാണ് അക്കൗണ്ടിൽ വരുന്നത്, ടാക്സ് ബെനിഫിറ്റ് ഉണ്ടോ, TDS എപ്പോ വരും, കാലാവധി കഴിയുന്നതിന് മുൻപ് പണം പിൻവലിച്ച എന്ത് സംഭവിക്കും, SBI എങ്ങനെ അക്കൗണ്ട് തുറക്കാം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി നോക്കാം. ആദ്യം തന്നെ എന്താണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം? സീനിയർ സിറ്റിസൺസിനെ ലക്ഷ്യമിട്ടുള്ള ഒരു സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ്. പ്രധാനമായിട്ടും റിട്ടയർമെന്റിന് ശേഷം കയ്യിൽ ലഭിക്കുന്ന ലംസം എമൗണ്ട് സുരക്ഷിതമായി നിക്ഷേപിച്ച് റെഗുലർ ഇൻട്രസ്റ്റ് ഇൻകം നേടാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഇത് പ്രയോജനപ്പെടുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇത് സ്റ്റോക്ക് മാർക്കറ്റ് പോലെയുള്ള മാർക്കറ്റ് ലിങ്ക്ഡ് ഇൻവെസ്റ്റ്മെന്റ് അല്ല. അതുകൊണ്ട് മാർക്കറ്റ് ഇന്ന് ഉയരുന്നു നാളെ താഴുന്നു എന്നതിനനുസരിച്ച് നിങ്ങളുടെ ഇൻട്രസ്റ്റ് പേ ഔട്ട് മാറുന്ന രീതിയല്ല. 8.2% പലിശ നിരക്കാണ് കണക്കാക്കുന്നത്. അതായത് നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ അടിസ്ഥാനത്തിൽ നിശ്ചിത പലിശ വരുമാനം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ റിസ്ക് എടുക്കാൻ താല്പര്യമില്ല, പക്ഷെ കയ്യിലുള്ള പണത്തിൽ നിന്ന് റെഗുലർ ഇൻകം വേണം എന്ന് ചിന്തിക്കുന്ന സീനിയർ സിറ്റിസൺസിന് ഇത് ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷനാണ്. എത്ര രൂപ നിങ്ങൾക്ക് നിക്ഷേപിക്കാം? ഈ സ്കീമിൽ മിനിമം 1000 രൂപ മുതൽ നിക്ഷേപിച്ച് തുടങ്ങാവുന്നതാണ്. മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 ലക്ഷം രൂപയാണ്. അതായത് കയ്യിൽ വലിയൊരു റിട്ടയർമെന്റ് കോർപ്പസ് ഉണ്ടെങ്കിൽ അതിലൊരു ഭാഗം ഈ സ്കീമിൽ നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മുൻപ് മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 15 ലക്ഷമായിരുന്നു. പിന്നീട് അത് 30 ലക്ഷത്തിലേക്ക് ഉയർത്തി. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് 30 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. ഇനി 30 ലക്ഷം നിക്ഷേപിച്ചാൽ എത്ര രൂപ നിങ്ങൾക്ക് കിട്ടും? ഇതാണ് ആളുകൾ അറിയാൻ വേണ്ടി നോക്കുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ 30 ലക്ഷം രൂപ ഈ സ്കീമിൽ നിക്ഷേപിച്ചു എന്ന് കരുതുക. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 8.2% ആണെങ്കിൽ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2,46,000 രൂപയാണ്. പക്ഷെ ഈ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് മന്ത്ലി ആയി ലഭിക്കുന്നതല്ല. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇൻട്രസ്റ്റ് ക്വാർട്ടർലി, അതായത് 3 മാസം കൂടുമ്പോഴാണ് ലഭിക്കുന്നത്. 2,46,000 4 ക്വാർട്ടേഴ്സ് ആയി കണക്കാക്കിയാൽ 61,500 രൂപ, അതായത് 3 മാസം കൂടുമ്പോൾ ഏകദേശം 61,500 രൂപയാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത്. മാസം തോറും കിട്ടുന്നത് പോലെ കണക്കാക്കിയാൽ 20,500 രൂപയാണ് പെർ മന്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അക്കൗണ്ടിലേക്ക് 20,500 രൂപ വീതം എല്ലാ മാസവും വരില്ല. പകരം 3 മാസം കൂടുമ്പോൾ 61,500 രൂപ എന്ന രീതിയിലാണ് ഇൻട്രസ്റ്റ് പേ ഔട്ട്. അപ്പോൾ 5 വർഷത്തിൽ എത്ര പലിശ ലഭിക്കും? ഇനി നമുക്ക് 5 വർഷത്തെ കണക്ക് നോക്കാം. നിങ്ങൾ 30 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു. ആനുവൽ ഇൻട്രസ്റ്റ് 2,46,000 രൂപയാണ്. കണക്കനുസരിച്ച് 5 വർഷം കൊണ്ട് ഏകദേശം 12,30,000 രൂപയാണ് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത്. ഇതിനിടയിൽ നിങ്ങളുടെ 30 ലക്ഷം രൂപ പ്രിൻസിപ്പൽ എമൗണ്ട് സ്കീമിൽ തന്നെ അവിടെ നിലനിൽക്കും. അതുകൊണ്ട് ഒരു സീനിയർ സിറ്റിസന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ 30 ലക്ഷം രൂപ റെഗുലർ ഇൻട്രസ്റ്റ് ഇൻകം പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ട് അവിടെ സുരക്ഷിതമായിട്ട് നിലനിർത്താനുള്ള അവസരമുണ്ട് എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ. ഇനി പണം എപ്പോഴാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? 3 മാസം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞല്ലോ. പക്ഷെ എക്സാക്ട് ഡേറ്റ്സ് എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റ് പേ ഔട്ട് വരുന്ന 4 പ്രധാന തീയതികൾ എന്ന് പറയുന്നത് ഏപ്രിൽ 1, ജൂലൈ 1, ഒക്ടോബർ 1, ജനുവരി 1 ആണ്. അതുകൊണ്ട് ഇത് മന്ത്ലി ഇൻകം സ്കീം എന്ന് കരുതരുത്. ഇത് ക്വാർട്ടർലി പേ ഔട്ട് ആണ്. അതായത് 3 മാസം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് നിങ്ങളുടെ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുള്ള SBI സേവിങ്സ് അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആവുന്നത്. ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും നിക്ഷേപിച്ചാലോ?
ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ഹസ്ബൻഡിനും വൈഫിനും രണ്ടുപേരും എലിജിബിൾ ആണ് എന്ന് കരുതുക. ഒരാള് 30 ലക്ഷം രൂപ വെച്ചിട്ടാണ് നിക്ഷേപിക്കുന്നത്. അപ്പൊ ആകെ ഇൻവെസ്റ്റ്മെന്റ് 60 ലക്ഷം രൂപ. 8.2% നിരക്കിൽ കണക്കാക്കിയാൽ ഒരു വർഷത്തെ കമ്പൈൻഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4,92,000 രൂപയായിരിക്കും. ക്വാർട്ടർലി ആയി നോക്കുമ്പോൾ 1,23,000 രൂപ. അതായത് 3 മാസം കൂടുമ്പോഴാണ് നിങ്ങൾക്ക് 1,23,000 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കുന്നത്. ഇതാണ് ഈ സ്കീമിന്റെ റെഗുലർ ഇൻകം ആസ്പെക്ട്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, രണ്ടുപേരും ഇൻഡിവിജ്വലി എലിജിബിൾ ആയിരിക്കണം. ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ്സ് വ്യക്തിഗത റൂൾസ് അനുസരിച്ചായിരിക്കും ഉണ്ടാവുന്നത്. ഇനി ആരൊക്കെയാണ് ഇതിന് എലിജിബിൾ? എല്ലാവർക്കും SC/SS അക്കൗണ്ട് തുറക്കാൻ വേണ്ടി സാധിക്കില്ല. ഒന്നാമത്തേത് സാധാരണ സീനിയർ സിറ്റിസൺ 60 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് ഈ സ്കീം പരിഗണിക്കാം. അതാണ് പ്രധാനപ്പെട്ട എലിജിബിലിറ്റി കാറ്റഗറി. രണ്ടാമത്തേത് 55 മുതൽ 60 വയസ്സ് വരെയുള്ള വിരമിച്ച സിവിലിയൻ എംപ്ലോയീസിന് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ 55 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള റിട്ടയർഡ് സിവിലിയൻ എംപ്ലോയീസിനും ഈ സ്കീമിൽ ചേരാൻ വേണ്ടി സാധിക്കും. VRS എടുത്തവരോ സൂപ്പർ ആനുവേഷൻ വഴി വിരമിച്ചവർക്കോ ഇതിൽ വരാം. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ ഉണ്ട്. റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ലഭിച്ചിട്ട് ഒരു മാസത്തിനുള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. കൂടാതെ ലഭിച്ച റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിനേക്കാൾ കൂടുതൽ തുക ഈ കാറ്റഗറിയിൽ നിക്ഷേപിക്കാനും കഴിയില്ല. മൂന്നാമത്തേത് റിട്ടയർഡ് ഡിഫൻസ് പേഴ്സണൽ. ഡിഫൻസ് സെക്ടറിൽ നിന്ന് വിരമിച്ചവർക്ക് പ്രത്യേക എലിജിബിലിറ്റി റൂൾസ് ഉണ്ട്. 50 വയസ്സ് പൂർത്തിയായ ഈ സ്കീം ആരംഭിക്കാൻ സാധിക്കും. ഇവർക്കും റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ലഭിച്ചതുമായി ബന്ധപ്പെട്ട നിബന്ധനകൾക്കും സമയപരിധിയും ബാധകമാണ്. അതുകൊണ്ട് നിങ്ങൾ ഡിഫൻസ് പേഴ്സണൽ ആണെങ്കിൽ അക്കൗണ്ട് തുറക്കുന്നതിന് മുൻപ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള എലിജിബിലിറ്റി ഡോക്യുമെന്റ്സ് ഉപയോഗിച്ച് ബ്രാഞ്ചിൽ കൺഫേം ചെയ്യുന്നത് നല്ലതാണ്. അടുത്തതായി ആർക്കൊക്കെയാണ് ഇതിന് എലിജിബിൾ അല്ലാത്തത്, അതായത് ഈ സ്കീമിൽ ചേരാൻ കഴിയാത്തത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് NRIകൾക്ക് ഈ സ്കീമിൽ എലിജിബിലിറ്റി ഇല്ല. പിന്നെ HUF, പിന്നെ വരുന്നത് ജോയിന്റ് അക്കൗണ്ട്. മക്കളുമായോ മറ്റ് ബന്ധുക്കളുമായോ ജോയിന്റ് അക്കൗണ്ട് ആയിട്ട് ഇത് ആരംഭിക്കാൻ സാധിക്കില്ല. എന്നാൽ നിങ്ങൾക്ക് സ്പൗസ്, അതായത് ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിനോടൊപ്പം ജോയിന്റ് അക്കൗണ്ട് സംബന്ധിച്ചുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ജോയിന്റ് അക്കൗണ്ട് എടുക്കുമ്പോൾ ആരോടൊപ്പമാണ് അക്കൗണ്ട് എടുക്കുന്നത് എന്ന് വളരെ ശ്രദ്ധിക്കണം. ഇനി എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും ടാക്സ് ബെനിഫിറ്റ് ഇതിൽ ഉണ്ടോ എന്ന്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുൻപ് ഇൻട്രസ്റ്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ, ടാക്സ് ട്രീറ്റ്മെന്റ് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇൻകം ടാക്സ് സെക്ഷൻ 80C പ്രകാരം എലിജിബിൾ ഇൻവെസ്റ്റ്മെന്റിന് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 1.5 ലക്ഷം വരെ നിങ്ങൾക്ക് ടാക്സ് റിഡക്ഷൻ ലഭിക്കാം. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ഇൻകം സ്വതന്ത്രമായിട്ട് ടാക്സ് ഫ്രീ ആണ് എന്ന് കരുതരുത്. നിങ്ങളുടെ ആപ്ലിക്കബിൾ ഇൻകം ടാക്സ് റൂൾസ് അനുസരിച്ച് ഇൻട്രസ്റ്റ് ഇൻകം ടാക്സബിൾ ആയേക്കാം. അതായത് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റ്മെന്റിന് ലഭിക്കുന്ന ടാക്സ് റിഡക്ഷൻ ഒരു കാര്യമാണ്, ഇൻട്രസ്റ്റ് ഇൻകമിന്റെ ടാക്സ് മറ്റൊരു കാര്യമാണ്. ഇവ രണ്ടും മിക്സ് ചെയ്യരുത്. എന്താണ് TDS? നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഇൻകം ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ആപ്ലിക്കബിൾ ത്രെഷോൾഡ് കടന്നാൽ SBI TDS ഡിഡക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സീനിയർ സിറ്റിസൺസിന്റെ ഇൻട്രസ്റ്റ് ഇൻകത്തിന് ആപ്ലിക്കബിൾ ത്രെഷോൾഡിന് മുകളിൽ എത്തുമ്പോൾ 10% TDS ഈടാക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങളുടെ മൊത്തം ടാക്സബിൾ ഇൻകം ടാക്സ് ലയബിലിറ്റിക്ക് താഴെയാണെങ്കിൽ ആപ്ലിക്കബിൾ ഡിക്ലറേഷൻ ഫോം സമർപ്പിച്ച് TDS ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായേക്കാം. ഇവിടെ ഒരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കുക, TDS ഡിഡക്ട് ചെയ്യാത്തത് ഇൻകം ടാക്സ് തന്നെ ഇല്ല എന്നല്ല, TDS എന്നത് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ആണ്. നിങ്ങളുടെ ഫൈനൽ ടാക്സ് ലയബിലിറ്റി, നിങ്ങളുടെ ടോട്ടൽ ഇൻകം, ഡിഡക്ഷൻസ്, ആപ്ലിക്കബിൾ ടാക്സ് റെജീം എന്നിവയെ ആശ്രയിച്ചാണ് ഇത് ഇരിക്കുന്നത്. അതുകൊണ്ട് വലിയൊരു എമൗണ്ട് നിക്ഷേപിക്കുന്നവര് ടാക്സിന്റെ കാര്യത്തിൽ ഒരു ക്വാളിഫൈഡ് ടാക്സ് പ്രൊഫഷണലിന്റെ അഡ്വൈസ് കൂടി എടുക്കുന്നതാണ് നല്ലത്. ഇനി കാലാവധി കഴിയുന്നതിന് മുൻപേ പണം എടുത്താൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഇൻവെസ്റ്റ്മെന്റിന്റെ ബെനിഫിറ്റ് മാത്രം നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ സാധാരണയായിട്ട് 5 വർഷത്തെ ടെന്യൂർ ആണ് നോക്കുന്നത്. പക്ഷെ 5 വർഷം പൂർത്തിയാക്കുന്നതിന് മുൻപ് പിൻവലിച്ചു കഴിഞ്ഞാൽ പെനാൾട്ടി വന്നേക്കാം. സോഴ്സ് പ്രകാരമുള്ള പെനാൾട്ടി സ്ട്രക്ചർ എന്ന് പറയുന്നത് 1 വർഷം പൂർത്തിയാക്കുന്നതിന് മുൻപ് പ്രിമച്വർ വിഡ്രോവൽ ചെയ്താൽ ആപ്ലിക്കബിൾ റൂൾസ് പ്രകാരം ഇൻട്രസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. 1 മുതൽ 2 വർഷത്തിനുള്ളിൽ ഡെപ്പോസിറ്റ് അമൗണ്ടിന്റെ 1.5% പെനാൾട്ടി ബാധകമായേക്കാം. 2 മുതൽ 5 വർഷത്തിനുള്ളിൽ ആണെങ്കിൽ ഡെപ്പോസിറ്റിന്റെ 1% പെനാൾട്ടിയും ബാധകമായേക്കാം. അതായത് ഈ സ്കീമിൽ ഇടുന്ന പണം അടിയന്തരമായ ആവശ്യമുള്ള പണം ആയിരിക്കരുത്. ഇന്ന് നിക്ഷേപിച്ച് അടുത്ത മാസം വേണമെങ്കിൽ എടുത്തോളാന്ന് മൈൻഡ് സെറ്റിൽ നിങ്ങൾ ഒരിക്കലും ഒരു സ്കീമിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് കുറച്ചു കാലത്തേക്ക് മാറ്റി വെക്കാൻ കഴിയുന്ന റിട്ടയർമെന്റ് കോർപ്പസ് ആണെങ്കിൽ മാത്രമാണ് ഇതിന്റെ സ്ട്രക്ചർ കൂടുതൽ നിങ്ങൾക്ക് അനുയോജ്യമാവുന്നത്. ഇനി SBIയിൽ എങ്ങനെയാണ് അക്കൗണ്ട് തുറക്കാൻ വേണ്ടി പറ്റുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾക്കൊരു SBI ബ്രാഞ്ച് വഴി അക്കൗണ്ട് തുറക്കാനുള്ള നടപടികളൊക്കെ ചെയ്യാം. ആദ്യം ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം തയ്യാറാക്കി വെക്കണം. പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജ് പ്രൂഫ് ആണ്. ഉദാഹരണത്തിന് പാൻ കാർഡ്, പാസ്പോർട്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ് തുടങ്ങിയിട്ടുള്ള ആപ്ലിക്കബിൾ ഡോക്യുമെന്റ്സ്. രണ്ടാമത്തേത് ഐഡന്റിറ്റി ആൻഡ് അഡ്രസ് പ്രൂഫ്. ഉദാഹരണത്തിന് ആധാർ കാർഡ്, വോട്ടർ ID അല്ലെങ്കിൽ മറ്റ് വാലിഡ് ആയിട്ടുള്ള അഡ്രസ് അല്ലെങ്കിൽ ഐഡന്റിറ്റി ഡോക്യുമെന്റ്. മൂന്നാമത്തേത് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ.
പിന്നെ വരുന്നത് സ്പെഷ്യൽ കാറ്റഗറി ആണെങ്കിൽ, നിങ്ങൾ 55 മുതൽ 60 വയസ്സ് കാറ്റഗറിയുടെ റിട്ടയർഡ് സിവിലിയൻ എംപ്ലോയി ആണെങ്കിൽ, അല്ലെങ്കിൽ റിട്ടയർഡ് ഡിഫൻസ് പേഴ്സണൽ ആണെങ്കിൽ റിട്ടയർമെന്റ് റിലേറ്റഡ് ഡോക്യുമെന്റ്സ് ആവശ്യമായി വന്നേക്കാം. ഉദാഹരണത്തിന് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ലഭിച്ച തീയതി വ്യക്തമാക്കുന്ന രേഖകൾ, ആപ്ലിക്കബിൾ റിട്ടയർമെന്റ് അല്ലെങ്കിൽ പേയ്മെന്റ് ഡോക്യുമെന്റ്സ് എന്നിവ. ഇനി പണം എങ്ങനെയാണ് നിക്ഷേപിക്കാൻ പറ്റുന്നത്? ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും സോഴ്സ് പ്രകാരം 1 ലക്ഷം വരെ ക്യാഷ് ആയി നൽകാനുള്ള ഓപ്ഷൻ ഉണ്ട്. 1 ലക്ഷത്തിന് മുകളിലുള്ള തുകയ്ക്ക് SBI ചെക്ക് അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് പോലുള്ള പേയ്മെന്റ് മെത്തേഡ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ വലിയ എമൗണ്ട്, പ്രത്യേകിച്ച് 30 ലക്ഷം പോലുള്ള തുകയൊക്കെ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ബ്രാഞ്ചിൽ കറന്റ് പേയ്മെന്റ് റിക്വയർമെന്റ്സ് മുൻകൂട്ടി കൺഫേം ചെയ്യുന്നത് നല്ലതാണ്. അടുത്തതായി ഇൻട്രസ്റ്റ് അക്കൗണ്ടിലേക്ക് വരാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഇൻട്രസ്റ്റ് പേ ഔട്ട് നേരിട്ട് ലഭിക്കാൻ SBI സേവിങ്സ് അക്കൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാം. അങ്ങനെ ചെയ്താൽ ക്വാർട്ടർലി ഇൻട്രസ്റ്റ് പേ ഔട്ട് നിങ്ങളുടെ ലിങ്ക്ഡ് സേവിങ്സ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ഉദാഹരണത്തിന് 30 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏപ്രിലിൽ 61,500 രൂപ, ജൂലൈയിൽ അതേപോലെ തന്നെ സെയിം, ഒക്ടോബറിലും ജാനുവരിയിലും അതുപോലെ ഇൻട്രസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അതുകൊണ്ട് അക്കൗണ്ട് ഓപ്പണിംഗ് സമയത്ത് സേവിങ്സ് അക്കൗണ്ട് ലിങ്കിങ് സംബന്ധിച്ച കാര്യങ്ങൾ ബ്രാഞ്ചിൽ ശരിയായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ആർക്കാണ് ഈ സ്കീം കൂടുതൽ അനുയോജ്യം? ആരാണ് ഈ ഒരു സ്കീം കൺസിഡർ ചെയ്യേണ്ടത്? റിട്ടയർമെന്റ് കഴിഞ്ഞ് കയ്യിൽ ലംസം എമൗണ്ട് ഉള്ളവർ, പിന്നെ മാർക്കറ്റ് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർ, മൂന്നാമതായിട്ട് റെഗുലർ ഇൻകം വേണം എന്നുള്ള സീനിയർ സിറ്റിസൺസ്, 5 വർഷത്തേക്ക് വലിയൊരു തുക മാറ്റിവെക്കാൻ കഴിയുന്നവർ, അഞ്ചാമതായിട്ട് ഗവൺമെന്റ് ബാക്ക്ഡ് ഫിക്സ്ഡ് ഇൻകം ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റ് താല്പര്യമുള്ളവർ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, 8.2% ആണല്ലോ പലിശ, അതുകൊണ്ട് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് നിങ്ങൾ ബ്ലൈൻഡ്ലി കരുതരുത്. കാരണം ഓരോരുത്തരുടെയും ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വ്യത്യസ്തമാണ്. ചിലർക്ക് ലിക്വിഡിറ്റി വേണം, ചിലർക്ക് ടാക്സ് പ്ലാനിംഗ് ആണ് പ്രധാനപ്പെട്ടത്, ചിലർക്ക് മന്ത്ലി ഇൻകം വേണം, ചിലർക്ക് ലോങ് ടേം ഗ്രോത്ത് ആണ് ആവശ്യം. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് തിരഞ്ഞെടുക്കുമ്പോൾ സേഫ്റ്റി പ്ലസ് റിട്ടേൺ പ്ലസ് ലിക്വിഡിറ്റി പ്ലസ് ടാക്സ്, ഈ 4 കാര്യങ്ങളും നിങ്ങൾ നോക്കിയിരിക്കണം. കോപ്പറേറ്റീവ് ബാങ്ക്സ്, മ്യൂച്വൽ ഫണ്ട്സ്, മറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്ട്സ് എന്നിവയിലൊക്കെ ചിലപ്പോൾ കൂടുതൽ റിട്ടേൺസ് കാണാൻ സാധിച്ചേക്കാം. പക്ഷെ കൂടുതൽ റിട്ടേൺ എന്നതിനോടൊപ്പം തന്നെ കൂടുതൽ റിസ്ക് ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് സീനിയർ സിറ്റിസന്റെ റിട്ടയർമെന്റ് മണി ആണെങ്കിൽ റിസ്ക് എത്രത്തോളം എടുക്കാം എന്നതാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ SBI സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം റിട്ടയർമെന്റ് കഴിഞ്ഞ വലിയൊരു ലംസം എമൗണ്ട് കയ്യിലുള്ള റെഗുലർ ഇൻകം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന എലിജിബിൾ സീനിയർ സിറ്റിസൺസിന് പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ബോസ്വാല ഡെയിലി മലയാളം യൂട്യൂബ് ചാനൽ. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.